Our hearts beat to the city street. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു വീക്കെൻഡ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് ഞാൻ സാറ്റർഡേയും സൺഡേയും കൂടി ചേർത്തിട്ട് ഒരു വ്ളോഗാക്കി ഇടാമെന്നാണ് ഓർത്തത് കേട്ടോ. പക്ഷേ സാറ്റർഡേ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതെന്താണെന്നല്ലേ, അത് ഞാൻ പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെയ്തെങ്കിൽ നമ്മുടെ വീഡിയോ എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പം ഞാൻ സാറ്റർഡേ ഞാനിങ്ങനെ വീക്കെൻഡിന് മൈ ലൈഫൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അതായത് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരിക്കലും നടക്കത്തില്ല. അതെന്താണെന്ന് അറിയത്തില്ല. അത് നിങ്ങൾക്കും അങ്ങനെയാണോ? ആയിരിക്കും. ചിലവർക്ക് ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:30. അപ്പം ഞാനൊരു 9 മണിക്കാണ് എണീറ്റത്. ഇന്ന് സൺഡേ ആണ്. സാറ്റർഡേയും സൺഡേയും കൂടെ ചേർത്തിട്ട് എടുക്കാമെന്ന് ഓർത്തേ, പക്ഷേ സൺഡേ ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഒരു എന്താ പറയുക, പണി കിട്ടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പോയി വാങ്ങിച്ച പണിയാണിത്. അത് നമ്മുടെ ഡ്രൈ ഫിഷ് അല്ലേ, ഡ്രൈ ഫിഷ് തന്നൊരു പണിയാണ് എനിക്കിത്. അതായത് സാറ്റർഡേ മോർണിംഗ് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി വെളിയിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പം അവിടെ ഡ്രൈ ഫിഷ് ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ഡ്രൈ ഫിഷ് എൻ്റെ ഒരു വീക്ക്നെസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ചെറുപ്പത്തിൽ ഡ്രൈ ഫിഷ് ഇങ്ങനെ കുറേ കഴിക്കുമായിരുന്നേ. എനിക്ക് അപ്പം ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വലുതായപ്പം നമ്മൾ നിർത്തി. കാരണം ഉപ്പൊക്കെ അധികമാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ നിർത്തി. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ഫിഷ് കഴിക്കാനൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പം ഡ്രൈ ഫിഷ് ഇരിക്കുന്ന കണ്ടു. അതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞിരുന്നായിരുന്നേ, എനിക്കിങ്ങനെ ഡ്രൈ ഫിഷ് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ സാധനം അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വാങ്ങിച്ച് കളഞ്ഞേക്കാം. ഒരു 2 പീസേ ഞാൻ വാങ്ങിച്ചോളൂ, കാരണം വീട്ടിലാരും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മ എനിക്കൊന്ന് ഡ്രൈ ഫിഷ് ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പം അമ്മ എനിക്ക് ലഞ്ചിന് നമ്മുടെ ഡ്രൈ ഫിഷൊക്കെ ആക്കി ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയാണല്ലോ. അപ്പം ഞാൻ കൊതിയോടെ സംഭവം കഴിച്ചൊക്കെ നല്ല ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു നല്ല ഉറക്കം വരുമല്ലോ. അങ്ങനെ ഒക്കെ ഉറങ്ങിയൊക്കെ എണീച്ചിട്ട് നമ്മളൊരു ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ ഒരു വല്ലായ്മ ഇങ്ങനെ ഫീൽ ആയത് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ ചായ കുടിച്ചതിൻ്റെയോ ചിലപ്പോൾ പാലിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഇരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേറെ എന്തൊക്കെയോ ഈ തലവേദനയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ ശരി കുറച്ച് നേരം കിടക്കാം, തലവേദനയല്ലേ, വിക്സൊക്കെ തേച്ചിട്ടൊന്ന് കിടന്നു. നോ രക്ഷ. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ ശരി കുറച്ച് നേരം വാവച്ചിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ വേദനയൊക്കെ മാറും. കാരണം പിള്ളേരുടെ കൂടെ കളിക്കുവാണെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം വാവച്ചിൻ്റെ കൂടെ കളിച്ചൊക്കെ ചെയ്ത് എന്നിട്ടും എനിക്ക് മാറുന്നില്ല. എന്നിട്ട് ഞാൻ ഓർത്തു, നമ്മൾ വൈകുന്നേരം പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ, അമ്പലത്തിലൊക്കെ പോകണം. അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എനിക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പ്ലാൻ ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം വെളിയിലൊക്കെ കാറ്റ് കൊള്ളാനായിട്ട് വന്നു. കാറ്റ് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ വോമിറ്റിംഗ് ടെൻഡൻസി സ്റ്റാർട്ടായി. ദൈവമേ, ഭാഗ്യത്തിന് വേറെ ആരും അവിടെ ഇല്ല, വെളിയിൽ തന്നെ ഞാൻ കാര്യം സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കയറി വന്ന് കുറച്ച് നേരം ഭയങ്കര റെസ്റ്റൊക്കെ എടുക്കാമെന്ന് ഓർത്തു കേട്ടോ. എവിടെ നിന്ന് പിന്നെ ആ സമയത്ത് ഒരു ഈവനിങ് ഒരു 7 o'clock ആയിട്ടുണ്ടാവും. 7 o'clock തൊട്ട് രാത്രി 2 o'clock ആണെന്ന് തോന്നുന്നു. 2 o'clock തൊട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ സാധനമായിരുന്നു. അങ്ങനെ ഞാൻ പാടുപെട്ടു. ഞാൻ ഭയങ്കര എന്താ പറയുക, ലൈഫിൽ ഞാൻ ഒരു സാധനം ആഗ്രഹിച്ച് കഴിച്ചിട്ട് എനിക്കിങ്ങനെ വന്നിട്ടില്ല. ഇത് മുട്ടൻ പണി എന്ന് വെച്ചാൽ മുട്ടൻ പണിയായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ സാറ്റർഡേ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിപ്പോയി സംഭവം. പൂച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ സൺലൈറ്റ് കൊള്ളാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള ദിവസമാണ്. വാവച്ചി എവിടെ പോയതാ? നടക്കാൻ പോയതാണോ? സൺലൈറ്റ് കൊള്ളാൻ പോയതാണോ? Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings
as the chemicals that take us higher. എന്തോന്ന്? ബാഹുബലിയോ? അതെങ്ങൊന്നും കൂടെ കാണിച്ച എങ്ങനെയാ കാണിക്കുന്നത്? ആഹാ. ഇനിയിപ്പോൾ കുറച്ച് ഓറഞ്ച് കഴിക്കാം. അങ്ങനത്തെ ഓറഞ്ച് കഴിച്ചിട്ട് ഞാൻ കുറച്ച് എനർജി വെച്ചിട്ടോ. അപ്പം ഈ എനർജിയിൽ പോയിട്ട് ഞാൻ വാവച്ചിയിൽ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാം. അതിന് മുന്നേ ഞാൻ 2024 ആയപ്പോൾ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു തീരുമാനമാണ് നമ്മൾ ഡെയിലി ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒന്ന് കഴിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും കഴിക്കണം. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പം അതാണ് എൻ്റെ ഒരു തീരുമാനം. കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇനി വാവച്ചിനെ പോയി ഫ്രഷ് ആക്കിയിട്ട് വരാം. ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. കൊള്ളാം. ഇത് അങ്ങനെ വാവച്ചി ഫ്രഷ് ആക്കായി ഇല്ലേ വാവച്ചി? ഇനി വാവച്ചി എന്ത് ചെയ്യാൻ പോവാ? കളിക്കാൻ പോവാണോ? എന്നാ ബാ കളിക്കാം. വാവച്ചി എന്നെ എടുക്കുവാ? ഇവിടെയാണോ സ്റ്റിക്കർ ഒട്ടിക്കുന്നേ? അത് കൊള്ളാലോ. ബുക്ക് എന്ത് ചെയ്യും? ബുക്കിലല്ലേ സ്റ്റിക്കർ ഒട്ടിക്കണ്ടേ? ആര്? പിള്ളേര് ഇങ്ങനെയാ ഒട്ടിക്കുന്നേ? അതെനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. പിള്ളേര് ബുക്കിലല്ലേ ഒട്ടിക്കുക? ആവശ്യക്കമ്മ സ്റ്റിക്കർ ബുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, അത് ഒട്ടിച്ചുകൂടെ അവിടെ? എങ്ങനെയാണോ പിള്ളേര് സ്റ്റിക്കർ ഒട്ടിക്കുന്നേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. കണ്ടു. കൊതു കഴിച്ചോ അവിടെ? അമ്മ ക്രീം ഇട്ട് തരാം കേട്ടാ. ഓക്കെ. കൊതുക അറിഞ്ഞുകൂടല്ലേ? ഞാൻ കണ്ടില്ലല്ലോ കൊതുകിനെ. അവിടെ നിന്നാണ് കൊതുക് വന്നേ? ഓക്കെ, നമുക്ക് നോക്കാട്ടാ. കൊതുകിന് അടി കൊടുക്കണോ? ഓക്കെ, വരുമ്പോ അടിക്കാം നമുക്ക്. ഓക്കെ. ക്രീം എടുത്തിട്ട് വരാം കേട്ടോ. വെയിറ്റ് ചെയ്യ്. എടുത്തോണ്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് കഞ്ഞിയും ബീൻസും അച്ചാറാണ് കേട്ടോ. ഇന്നലെ മീൻ പണി തന്നുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് കഞ്ഞിയാക്കി. സോ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വരാം. അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സൺലൈറ്റ് കൊള്ളാൻ പോയിട്ടോ. ഇത്രയും നാളും മഴയും വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വെയിലൊക്കെ വരുമ്പോൾ കുറച്ച് നമ്മൾ സൺലൈറ്റ് കൊള്ളണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ സൺലൈറ്റ് കൊള്ളാനായിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ വെളിയിൽ പോയി നിന്നു. അങ്ങനെ ഞാൻ പുറത്ത് നിൽക്കുന്ന കണ്ടപ്പം വാവച്ചിയും കൂടെ പുറത്ത് വന്നിട്ടോ. വാവച്ചിക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാവച്ചി ഞാൻ എപ്പോൾ വെളിയിൽ നിൽക്കുന്നു അപ്പോൾ പുറത്തേക്ക് ചാടും. അങ്ങനെ വാവച്ചി എന്നോട് പറയുകയാണേ ആ ചെടിയിൽ നിന്ന് പൂ പറിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ ആ ചെടിയിൽ നിന്ന് ഒരു പൂ പറിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പൂ പറിച്ച് വാവച്ചിക്ക് കൊടുത്തു. വാവച്ചിക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇനി വാവച്ചി നോക്കിക്കോ, അതും കൊണ്ട് ഉള്ളിലോട്ട് പോയിട്ട് സൂക്ഷിച്ച് വയ്ക്കാനാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വെളിയിൽ നിന്ന് പറിച്ചു കൊടുത്ത ഫ്ലവർ എടുത്ത് വാവച്ചി ബാസ്ക്കറ്റിലിട്ടു. കാണിച്ച് കൊച്ചിൻ്റെ ബാസ്ക്കറ്റ്. എന്നാ ഇവിടെ എവിടെ കൊണ്ടുപോവാ? ഓക്കെ, ബൈ. ഇനി കിടന്നുറങ്ങാൻ ഉറങ്ങേണ്ട സമയം. ഉറങ്ങാം. ഉച്ചമയക്കം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വാവച്ചി കളിക്കാൻ പോയി. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് കിടക്കാൻ ഓർത്തു. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ വലിയതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഫേസ് സിറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് വൈറ്റമിൻ സിൻ്റെ സിറമാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രമേ എടുത്തുള്ളൂ. ഡ്രോപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ റബ്ബാക്കിയിട്ട് ചെയ്യും. കുറേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഫേസ് സിറം. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടേ ഫേസ് ഫുള്ള് ഇങ്ങനെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകും. അതൊരു വല്ലാത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ. മഴ ഉണ്ടെങ്കിൽ ഇത്ര തണുപ്പുണ്ടാവില്ല. മഴ മാറി. അപ്പോൾ മഴ മാറിയത് കൊണ്ട് തണുപ്പ് അധികമാണ്. അപ്പോൾ തണുപ്പ് അധികമാകുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് വരും.
മഴയുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവത്തില്ല. ഇന്ന് പിന്നെ കുറേ നാളിന് ശേഷമാണ് സൺലൈറ്റ് നന്നായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നേരം സൺലൈറ്റിൻ്റെ അടുത്ത് പോയി നിന്നത്. കാരണം അത്ര തണുപ്പായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് സൺലൈറ്റ് കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു. അതുകൊണ്ട് ഇന്ന് മോസ്റ്റ്ലി നമ്മൾ സൺലൈറ്റിനകത്ത് തന്നെയായിരുന്നു. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she put. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഡെയിലി ഞാൻ ഇങ്ങനെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും, നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലിസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു ഹാപ്പിനെസ്, അതൊരു വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എൻകറേജ്മെൻറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഡിന്നറിന് മുന്നേ ഇത് ഞാൻ എഴുതുന്നതാണ് കേട്ടോ. ചിലപ്പം ഡിന്നർ കഴിഞ്ഞിട്ടായിരിക്കും ഇത് എഴുതി വയ്ക്കുക. എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും. ഓരോ ദിവസവും ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അപ്പം നാളത്തേക്ക് നമുക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കൂടെ ഞാൻ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ലിസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നർ കഴിക്കാൻ പോവും. അങ്ങനെ ആസ് യൂഷ്വൽ വാവച്ചിനെ കിടത്തി ഉറക്കും ഡിന്നർ കഴിഞ്ഞിട്ട്. അങ്ങനെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. ബൈ.